തൊണ്ണൂറ്റിനാലാമത് ദേശീയ ദിനാഘോഷത്തിന്റെ നിറവിലാണ് സൗദി അറേബ്യ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി സംഘടിപ്പിച്ചു വരുന്ന കലാ സാംസ്കാരിക പരിപാടികൾ സ്വദേശികളെയും വിദേശികളെയും ആഘോഷ ലഹരിയിലാക്കി. സമൃദ്ധിയുടെയും വികസനത്തിൻ്റെയും പച്ചപ്പുതപ്പണഞ്ഞുകൊണ്ട് ആഘോഷ ലഹരിയിലാണ് സൗദി അറേബ്യ. ആടുമേച്ചും മുത്തുവാരിയും മത്സ്യബന്ധനം നടത്തിയും ജീവിച്ച ഒരു ജനതയെ കേവലം 94 വർഷത്തിനകം ലോകത്തിൻ്റെ നെറുകയിലെത്തിക്കുന്നതിന് തുടക്കം കുറിച്ച ചരിത്ര സംഭവത്തിൻ്റെ ഓർമ്മ പുതുക്കലിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നത്. 1932 സെപ്റ്റംബർ 23-നാണ് സൗദി അറേബ്യയുടെ ആദ്യ ഭരണാധികാരി അബ്ദുൽ അസീസ് രാജാവ് വിവിധ നാട്ടുരാജ്യങ്ങളെയും ഗോത്രഭരണ പ്രദേശങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് സൗദി അറേബ്യ എന്ന ഒറ്റ രാജ്യം സ്ഥാപിച്ചത്. അതേ വർഷം തന്നെയാണ് രാജ്യത്ത് ആദ്യമായി വൻതോതിലുള്ള എണ്ണശേഖരവും കണ്ടെത്തുന്നത്. 6 വർഷത്തെ നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിൽ പിന്നീട് എണ്ണയിൽ നിന്നുള്ള വരുമാനം വഴി രാജ്യം സമൃദ്ധിയുടെ പാതയിലേക്ക് ഉയർന്നു. 1955 അബ്ദുൽ അസീസ് രാജാവിൻ്റെ വിയോഗാനന്തരം 4 കഴിവുറ്റ ഭരണാധികാരികളിലൂടെ രാജ്യം പുരോഗതിയുടെ ഓരോ പടവുകളും പിന്നിട്ടു. തുടർന്ന് ഇപ്പോഴത്തെ ഭരണാധികാരി സൽമാൻ രാജാവിൻ്റെയും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ്റെയും ഭരണ നേതൃത്വത്തിലാണ് രാജ്യം പുരോഗതിയുടെ മറ്റൊരു ദിശയിലേക്ക് കുതിച്ചു ചാടിയത്. ആഭ്യന്തര വരുമാനത്തിൻ്റെ 50% എണ്ണ ഇതര വരുമാനത്തിലൂടെ ലഭിക്കുന്ന ലോകത്തിലെ വൻ സാമ്പത്തിക ശക്തികളിൽ ഒന്നാണ് ഇന്ന് സൗദി അറേബ്യ. 2030 ആഗോള വാണിജ്യ പ്രദർശനമായ എക്സ്പോ, 2034 നടക്കുന്ന ഫുട്ബോൾ വേൾഡ് കപ്പ് മുതലായ നിരവധി അന്താരാഷ്ട്ര പരിപാടികൾക്ക് വേദിയാകുന്ന സൗദി പ്രൗഢഗംഭീരമായി തന്നെയാണ് ഇത്തവണത്തെ ദേശീയ ദിനാഘോഷം കൊണ്ടാടിയത്. ആഘോഷ പരിപാടികളുടെ ഭാഗമായി വർണ്ണാഭമായ നിരവധി കലാ സാംസ്കാരിക പരിപാടികളാണ് രാജ്യത്തുടനീളം നടന്നത്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കണ്ണഞ്ചിപ്പിക്കുന്ന വെടിമരുന്ന് പ്രയോഗങ്ങളും എയർ ഷോകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തെ 13 പ്രവിശ്യകളിലെ നിരവധി പാർക്കുകളിലും തീരങ്ങളിലും മാളുകളിലുമായാണ് ആഘോഷ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ദേശീയ ദിനത്തിൻ്റെ സന്ദേശം അടയാളപ്പെടുത്തിയ ബാനറുകൾ ഉയർത്തിയും വാഹനങ്ങൾ അലങ്കരിച്ചും സ്വദേശികൾക്കൊപ്പം രാജ്യത്തെ 1.25 കോടിയോളം വരുന്ന വിദേശികളും ആഘോഷത്തിൽ പങ്കാളികളായി. മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി സംഘടനകളും ദേശീയ ദിനത്തോടനുബന്ധിച്ച് ഇന്ന് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ഇസ്മായിൽ പയ്യോളി, 24, റിയാദ്.